വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. റോമർക്കെഴുതിയ ലേഖനം ഈ ലേഖനത്തിൽ നിന്നുള്ള 109 അവതരണത്തിലാണ്. റോമലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിലാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ തന്നെ ഏറ്റവും വിവാദപരമായ, ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ, അനവധി വാദപ്രതിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഇടവരുത്തിയിട്ടുള്ള, തെറ്റായി ദുരുപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വേദഭാഗം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വേദഭാഗം. ലളിതമായി പറയുകയാണെങ്കിൽ, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തെ അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ഈ വേദഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ്. എന്തുകൊണ്ട് നമുക്ക് നീതീകരണം വേണ്ടി വന്നു? അതിൻ്റെ ആ അവസ്ഥ കാണിച്ചിരിക്കുകയാണ്. അവിടെ ആദാമിൽ, ആദ്യ മനുഷ്യനായ ആദാമിൽ മനുഷ്യകുലത്തിന് വന്ന നഷ്ടം, പതനം, വീഴ്ച, അപമാനം. പക്ഷെ ആ ദൈവം അവിടെ മനുഷ്യനെ ഉപേക്ഷിക്കാതെ മറ്റൊരാദാം, ഒടുക്കത്താദാം, അഥവാ 2-ാം ആദാം എന്നറിയപ്പെടുന്ന ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ ആദാമിൽ സംഭവിച്ചതായ വീഴ്ച, പതനം, നഷ്ടം, കോട്ടം നമുക്ക് തിരികെ തരികയാണ്, പുനഃസ്ഥാപിക്കുകയാണ്. ഇതാണ് ലളിതമായി പറഞ്ഞാൽ ഈ വേദഭാഗത്തിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതങ്ങനെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. വിശദമായിട്ട് നമ്മൾ ആ വിഷയങ്ങൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ 2 ആദാം നമുക്ക് ഈ വേദഭാഗത്തിൽ കാണാം. ഈ 2 ആദാം, ഒന്ന് ആദ്യ മനുഷ്യനായ ആദാം, ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി വെച്ച ആദാം. രണ്ടാമത്തത് യേശുക്രിസ്തു, ഒടുക്കത്തെ ആദാം, അവസാനത്തെ ആദാം എന്ന പേരുള്ള യേശുക്രിസ്തു. ഇവർ തമ്മിലുള്ള ഒരു താരതമ്യം, ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യം, അതാ വ്യത്യാസം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലും അപ്പോസ്തലൻ ഈ പ്രയോഗം ഉപയോഗിച്ച് 2-ാം ആദാം, ഒടുക്കത്താദാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ മനുഷ്യനായ ആദാമിൽ സംഭവിച്ച തകർച്ചയ്ക്ക് പരിഹാരമായി തീർന്ന 2-ാം ആദാമിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലും പൗലോസ് ഉപയോഗിച്ചിരുന്നു. റോമാലേഖനത്തിന് മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് കൊരിന്ത്യ ലേഖനം. അപ്പോൾ ആദ്യ ആദാം എന്ന് പറയുന്ന ആദാം ഭൂമിയിലുള്ള മനുഷ്യ കുടുംബങ്ങളുടെ പിതാവാണ്, തലയാണ്. 2-ാമത്തെ ആദാം ആത്മീയ കുടുംബത്തിൻ്റെ തലയാണ്, അതായത് സഭയുടെ തലയാണ്, ജീവന് വേണ്ടി നീക്കപ്പെട്ട സഭയുടെ തലയാണ്. ഈ 2 ആദാമിനെ അവതരിപ്പിക്കുകയാണ് 12 മുതൽ 14 വരെ. ആ വേദഭാഗം നമുക്കിന്നത് വായിക്കാം. റോമലേഖനം 5-ാം അധ്യായം 12 മുതൽ 14 വരെ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അപ്പോൾ 2 ആദാമും ഈ വേദഭാഗത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ആദ്യത്തെ ആദാമിനെക്കുറിച്ച് 12-ാം വാക്യം, അതായത് അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏക മനുഷ്യൻ ആദാമിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന് താഴോട്ടുള്ള വേദഭാഗത്തിലും പ്രത്യേകിച്ച് 14-ാം ഭാഗത്തിൽ കാണാം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. അപ്പം അതിനു മുമ്പ് അതവിടെ ഉണ്ടായിരുന്നില്ല, ലോകത്തിലേക്ക് കടന്നു. ആദാമാണ് ഒരു പക്ഷേ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റിയത് എന്നുള്ള പ്രയോഗം നമുക്ക് ഉപയോഗിക്കാം, തെറ്റല്ല. ആദാം കൈക്ക് പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. പാപവും പാപത്തിൻ്റെ ഫലമായ മരണവും ആദാം കൊണ്ടുവന്നതാണ് ഈ ലോകത്തിലേക്ക്. മരണമെന്ന വാക്ക് അർത്ഥമാക്കുന്നത് വേർപാട്. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിലൂടെ വേർപെടുകയാണ് ദൈവമായുള്ള ബന്ധം. മനുഷ്യൻ ശരീരത്തിൽ മരിക്കുമ്പോൾ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും ദൈവം തമ്മിൽ നിത്യമായ അകൽച്ച, ഇതൊക്കെ മരണമെന്ന വാക്കിലുള്ളതാണ്. അപ്പോൾ ആദാമാണ് ഈ വലിയ ദുരന്തം മനുഷ്യകുലത്തിലേക്ക് കൊണ്ടുവന്നത്. ആത്മീക മരണം, ഭൗതിക മരണം, നിത്യമരണം. അപ്പോൾ ഇവിടെ മരണമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവരിലേക്കും മരണം പരന്നു എന്ന് കാണാം. ഈ മരണം വെറും ഭൗതിക മരണം മാത്രമല്ല. മരണമെന്ന വാക്കുകൊണ്ട് ആദാമിലൂടെ കടന്നു വന്ന, കൈപിടിച്ചകത്ത് കയറ്റിയ മരണം വെറും ഭൗതികമായ ശരീരത്തിൻ്റെ മരണം മാത്രമല്ല. 930 വർഷം വരെ ജീവിച്ച ആദാം മരിച്ചു.
ഹവ്വ മരിച്ചു. വെറും ഭൗതിക മരണത്തെക്കുറിച്ച് മാത്രമല്ല. കാരണം ആദാമിൻ്റെ പാപം, ദൈവത്തോടുള്ള അനുസരണക്കേട്, മത്സരം, ആദാമിൻ്റെ പാപം ദൈവത്തിൽ നിന്ന് ആദാമിനെ അകറ്റി. അത് ആത്മീക മരണം. ശരീരത്തിൽ മരിച്ചു, പൊടി വീണ്ടും പഴയതുപോലെ പൊടിയിലേക്ക് തിരികെയുള്ള യാത്ര തുടങ്ങി. അതിനു മുമ്പ് ദൈവദേശം നഷ്ടപ്പെട്ട് ആത്മീകമായി മരിച്ചു. പ്രവാചകൻ വ്യക്തമായി പറഞ്ഞു, 59 അധ്യായം യെശയ്യാവ് പ്രവാചകൻ, എൻ്റെ ദൈവം പറഞ്ഞു, എൻ്റെ കൈ കുറുകിയതല്ല, എൻ്റെ ചെവി നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിയാതെ മന്ദമായതല്ല. നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും അത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ വേർതിരിച്ചത്. ദൈവം നമ്മളിന്ന് ദൂരെ പോകാൻ കാരണം ദൈവത്തിൻ്റെ മനസ്സില്ലായ്മയല്ല, താല്പര്യമില്ലായ്മയല്ല, കഴിവില്ലായ്മയല്ല, നമ്മുടെ പാപം. അത് പ്രവാചകൻ യെശയ്യാ 59:1-2 വ്യക്തമായി പറയും. അപ്പോൾ അങ്ങനെ ആദാം ആത്മീകമായും മരിച്ചു. ഭൗതികമായി 930 വയസ്സിൽ മരിച്ചു. പക്ഷെ ആത്മീകമായി ദൈവം കൽപ്പിച്ച കൽപ്പന ലംഘിച്ച നിമിഷം ആദാം മരിച്ചു. ദൈവം പറഞ്ഞു, ഈ പഴം പറിച്ചു തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇപ്പോൾ പൗലോസ് വ്യക്തമായി ആത്മീക മരണവും ഈ ചിന്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഭൗതിക മരണം മാത്രമല്ല, ആത്മീക മരണവും ലോകത്തിൽ കടന്നു. ഇതിനു മുമ്പ് 23-ാം വാക്യത്തിൽ നേരത്തെ പൗലോസ് പറഞ്ഞു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടവരായി. 21-ാം വാക്യം ഓർമ്മിപ്പിക്കുക ഒരിക്കൽ കൂടെ വായിച്ചുകൊണ്ട്. എന്താ പൗലോസ് അവിടെ പറഞ്ഞത്? ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. തേജസ്വരൂപനായ ദൈവമായുള്ള ബന്ധം അസാധ്യമായി. അതാണ് ദൈവദേശം ഇല്ലാത്തവരായി. നേരത്തെ ദൈവ തേജസ് ചുറ്റി നിന്ന മനുഷ്യനാണ്, അതിപ്പോൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ആദാം പാപം ചെയ്തപ്പോൾ ഭൗതികമായും ആത്മീകമായുമുള്ള മരണം ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ ഭൗതിക മരണം സകല മനുഷ്യരിലേക്കും പരന്നു. അതേപോലെ ആത്മീക മരണവും. കാരണം എല്ലാവരും പാപം ചെയ്ത്, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നു. ഭൗതിക മരണം മാത്രമല്ല, ആത്മീക മരണവും സകല മനുഷ്യരിലും. ഉത്തരവാദിത്വമുള്ള വ്യക്തികളായ എല്ലാവരും, പ്രായപൂർത്തിയായ പക്വതയുള്ള, തിരഞ്ഞെടുക്കാൻ കഴിവുള്ള എല്ലാവരും ആദാമിൻ്റെ അപ്പനായ ആദാമിൻ്റെ കാൽച്ചുവട് പിന്തുടർന്നു. എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു, ദൈവകൽപ്പന നിഷേധിച്ചു, അനുസരണക്കേട് കാണിച്ചു. അങ്ങനെ എല്ലാവരും പാപം ചെയ്തു. 12-ാം വാക്യം കൊണ്ട് ഈ ചിന്ത അവസാനിപ്പിക്കുന്നില്ല. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തുടരുന്നുണ്ട്. അങ്ങനെ ഏക ലംഘനത്താൽ, ഇവിടെ ലംഘനമെന്ന വാക്ക്, ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. 13-ാം വാക്യത്തിലേക്ക് വരാം. 13-ാം വാക്യം എന്ത് പറയുന്നു? പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ഓരോ വാക്യവും കൃത്യമായി വ്യക്തമായി ബോധ്യപ്പെടുക. അപ്പം പാപം ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. ന്യായപ്രമാണം എന്ന് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത് മോശയുടെ ന്യായപ്രമാണമാണ്. ദൈവം നൽകിത്തന്ന നിയമം, ഇസ്രായേൽ ജനത്തിന് ദൈവം സീനായി മലയിൽ വെച്ച് മോശയിലൂടെ നൽകപ്പെട്ട നിയമം, എഴുതപ്പെട്ട നിയമം. അതുവരെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ജനമുണ്ട്, ദൈവത്തിൻ്റെ ജനത്തിന് പക്ഷേ എഴുതപ്പെട്ട നിയമമില്ല. പിതാക്കന്മാരുടെ കാലം, 969 വർഷം വരെ ജീവിക്കുന്ന മനുഷ്യരുള്ള കാലം, തലമുറയായി ദൈവത്തെക്കുറിച്ച് പകർന്നു കൊടുക്കാൻ കഴിവുള്ള പിതാക്കന്മാരുടെ കാലം. എഴുതപ്പെട്ട നിയമം മോശയുടെ നിയമത്തിലൂടെ ആരംഭിച്ചു. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ലോകത്തിൽ മനുഷ്യനുള്ളപ്പോഴെല്ലാം മനുഷ്യർക്ക് നിയമങ്ങളുണ്ട്. നിയമമില്ലാതെ മനുഷ്യനില്ല. മനുഷ്യർക്കെന്നും നിയമമുണ്ട്. എഴുതപ്പെട്ട നിയമം ഇല്ല എന്ന് ശരിയാണ്, പക്ഷേ മനുഷ്യർ നിയമമുണ്ട്. മോശയുടെ ന്യായപ്രമാണം വരുന്നത് വരെ, എഴുതപ്പെട്ടൊരു നിയമം വരുന്നത് വരെയും ഭൂമിയിൽ പാപമില്ലാതിരുന്നില്ല. ന്യായപ്രമാണമല്ല പാപത്തെ കൊണ്ടുവന്നത്. ന്യായപ്രമാണം, എഴുതപ്പെട്ട നിയമമായ മോശയുടെ ന്യായപ്രമാണം ലഭിക്കുന്നവർ വരെയും, ആ കാലം എത്തും വരെയും പാപം ഭൂമിയിലുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. നിങ്ങളുകൊണ്ട് ദൂതന്മാരുടെ നടുവിൽ പാപമുണ്ടായിരുന്നു, ലോകത്തിൽ പാപമുണ്ടായിരുന്നു. പക്ഷേ പാപം കണക്കിട്ടില്ല. ന്യായപ്രമാണം ഇല്ലാത്തത് കൊണ്ട് പാപത്തെ കണക്കിട്ടില്ല. ഇന്നതാണ് പാപമെന്ന് മനുഷ്യർക്ക് മനസ്സിലായില്ല. കണ്ണാടി നോക്കുന്നവരെ മനസ്സിലായില്ല, എൻ്റെ മുഖത്ത് മുഴുവൻ അഴുക്കാണ്.
എൻ്റെ തലയിൽ മുഴുവൻ പൊടിയാണ്, അഴുക്കാണ് എന്ന് കണ്ണാടിയിൽ നോക്കുന്നത് വരെ, കണ്ണാടി വരുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു. ന്യായപ്രമാണം വരുന്നതുവരെ ഞാൻ ചെയ്യുന്ന പാപമാണ്, ഞാൻ മോഹിക്കുന്നത്, കൊല ചെയ്യുന്നത്, തിന്മ ചെയ്യുന്നത്, കള്ളം പറയുന്നത്, പിടിച്ചു പറിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രമാണത്തിൽ കൃത്യമായി, ന്യായപ്രമാണത്തിൽ കൃത്യമായി ദൈവം അതില്ല ആ നിയമങ്ങളെ പറഞ്ഞു തരുന്നത് വരെ ഞാനത് അറിഞ്ഞില്ല. പക്ഷെ പാപമുണ്ടായിരുന്നു. പക്ഷെ ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ഇതേ വാക്കുകൾ റോമർ 4 നമ്മൾ പഠിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിൻ്റെ കണക്കിലേക്ക് ദൈവം ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അബ്രഹാമിന് അർഹതയില്ലെങ്കിൽ ദൈവം അത് കണക്കിട്ടു. ഇപ്പം ന്യായപ്രമാണം വരുന്നവരെ പാപത്തെ കണക്കിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപത്തെ കണക്കിട്ടില്ല. കാരണം ന്യായപ്രമാണം അനുസരിച്ചാണ് കൃത്യമായി ഏത് നിയമം ലംഘിച്ചു എന്ന ബോധ്യം വന്നത്. അപ്പം ഉപരിതലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യർ പാപം ചെയ്തു, എഴുതപ്പെട്ട നിയമം വരുന്നതിന് മുമ്പ് തന്നെ. പക്ഷെ അത് ന്യായപ്രമാണം ഇല്ലാത്തത് കൊണ്ട് അവരെ പാപികൾ എന്ന് മുദ്രകുത്തിയില്ല, ന്യായപ്രമാണം വരുന്നത് വരെ. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ സൂക്ഷ്മമായി തന്നെ ഉറപ്പിക്കുന്നു, സ്ഥാപിക്കുന്നു. ന്യായപ്രമാണം, എഴുതപ്പെട്ട പ്രമാണം വരുന്നതിന് മുമ്പും മനുഷ്യൻ പാപം ചെയ്തു. പാപത്തിൻ്റെ കീഴിലാണ് മനുഷ്യൻ. റോമലേഖനം 3:9 പറഞ്ഞു, സകല മനുഷ്യരും പാപത്തിൻ്റെ കീഴിലാണ്. അറിയായ്മയുടെ കാലമെന്ന് വേണമെങ്കിൽ പറയാം. പാപത്തിൻ്റെ കീഴിലാണ്. ഇപ്പോൾ വീണ്ടും പൗലോസിൻ്റെ ഈ ചിന്തകൾ വിശദമാക്കേണ്ടത് ആവശ്യമാണ്, വിശാലമാക്കേണ്ടത് ആവശ്യമാണ്. ഒരു വിധത്തിൽ നമുക്ക് പറയാം, പാപം കണക്കിട്ടില്ല, ന്യായപ്രമാണമില്ലാത്തതുകൊണ്ട്. എഴുതപ്പെട്ട നിയമം, ഇന്ന വകുപ്പിൻ്റെ ഉപവകുപ്പ് പ്രകാരം നീ ചെയ്തത് പാപമാണ്, നിന്നെ കോടതി ഇത്ര ലക്ഷം രൂപയ്ക്ക് പിഴയടയ്ക്കാൻ വിധിച്ചിരിക്കുന്നു പറയത്തക്കവണ്ണം ഒരു നിയമമില്ല, ഒരു വകുപ്പില്ല എടുത്തു കാണിക്കാൻ, അങ്ങനെ പുസ്തകമില്ല എന്ന് പറയുന്ന പോലെ എഴുതപ്പെട്ട നിയമമില്ലാത്തത് കൊണ്ട് പാപം കണക്കിട്ടില്ല. പാപമുണ്ടായിരുന്നു, പക്ഷെ പാപം കണക്കിട്ടില്ല. അപ്പോൾ ഇവിടെ പറയുന്ന മരണം വെറും ഭൗതിക മരണം മാത്രമല്ല. ഭൗതിക മരണം മാത്രമാണ് എങ്കിൽ 13-ാം വാക്യം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ പറയേണ്ടി വരും, പാപമോ ന്യായപ്രമാണമോ ലോകത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിലിടുന്നില്ല എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം വരുന്നവരെ ഭൂമിയിൽ ആരും മരിച്ചില്ല എന്ന് പറയേണ്ടി വരും. ന്യായപ്രമാണം വരുന്നവരെ ഭൂമിയിൽ ആരും മരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അവിടെ മരണം ഉദ്ദേശിക്കുന്നത് വെറും ഭൗതിക മരണത്തെക്കുറിച്ചല്ല, മാത്രമല്ല ആത്മീയ മരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ പാപത്തിൻ്റെ അനന്തരഫലമാണ് ഭൗതിക മരണമെങ്കിൽ മോശയുടെ ന്യായപ്രമാണം വരുന്നവരെ ഭൂമിയിൽ ആരും മരിക്കില്ല. അപ്പോൾ അനേകം പേർ മരിച്ചു മോശയുടെ ന്യായപ്രമാണം വരുന്നതിന് മുമ്പ് തന്നെ. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം 5-ാം അധ്യായം മുതൽ പിന്നെ അവൻ മരിച്ചു എന്ന പ്രയോഗം ആരംഭിച്ചു. ഇപ്പം മനുഷ്യകുലത്തിന് എഴുതപ്പെട്ട നിയമമില്ലായിരുന്നു. സൃഷ്ടി മുതൽ ന്യായപ്രമാണം നൽകുന്നത് വരെ അനേക മനുഷ്യർ, വിശുദ്ധന്മാരും ഭക്തന്മാരുമായ അനേകം മനുഷ്യർ മരിച്ചുകൊണ്ടിരുന്നു. സൃഷ്ടി മുതൽ ന്യായപ്രമാണം മോശയ്ക്ക് നൽകുന്നത് വരെയും 2500-ൽ പരം വർഷം അനേകം മനുഷ്യർ മരിച്ചു. അത്ര വർഷമൊന്നും ആയുസ്സുള്ള ആരും ഉണ്ടായിരുന്നില്ല. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എങ്കിലും, അപ്പോൾ ന്യായപ്രമാണം ഇല്ലാത്തതുകൊണ്ട് പാപത്തെ കണക്കിട്ടില്ല, പക്ഷെ പാപം ഉണ്ടായിരുന്നു ലോകത്തിൽ. ന്യായപ്രമാണം ഇല്ലാത്തതുകൊണ്ട് പാപത്തെ കണക്കിട്ടില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനം, ആദാം മറ്റാരുടെയോ നിഴലാണ്, വരാനുള്ള ഒരാളുടെ പ്രതിരൂപമാണ്. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. നമ്മൾ പറഞ്ഞത് സൃഷ്ടി മുതൽ മോശ വരെ മരണമുടെയുണ്ട്. ഏതും തോട്ടത്തിൽ മനുഷ്യർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച നാൾ മുതൽ മരണം ഭൂമിയിൽ വന്നു. കാരണം പാപവും മരണവും ആദാമിലൂടെ, ഏക മനുഷ്യനിലൂടെ ഭൂമിയിലേക്ക് കടന്നു. ആദാം മരിച്ചു, ഹവ്വ മരിച്ചു, ഹാബേൽ മരിച്ചു, അനേക മനുഷ്യർ മരിച്ചു. ആദാം മുതൽ മോശ വരെയും മരണം ഭൂമിയിലുണ്ടായിരുന്നു. പക്ഷേ മോശയുടെ കാലത്താണ് ന്യായപ്രമാണം വന്നത്. അപ്പോഴാണ് പാപത്തെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടിയത്. അതുവരെ പാപമുണ്ട്. മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. പാപം വാഴുകയാണ് ആദാം മുതൽ മോശ വരെ. ഇവിടെ മരണത്തെ ഒരു ക്രൂരനായ ഭരണാധികാരിയെപ്പോലെ, ഭയപ്പെടുത്തുന്ന ഒരു യജമാനനെ പോലെ അവതരിപ്പിക്കുകയാണ്.
തൻ്റെ പ്രജകളെയെല്ലാം കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു യജമാനനെ പോലെ, ക്രൂരനായ രാജാവിനെ പോലെ. അപ്പോൾ ഇത് ആത്മീയ മരണത്തെക്കുറിച്ച് ഭൗതിക മരണത്തെക്കുറിച്ച് ശരിയാണ്. ആദാം മുതൽ മോശ വരെ മരണം വാണു. ഭൗതിക മരണവും ആത്മീക മരണവും ഭൂമിയിലുണ്ടായിരുന്നു. ആദാം മുതൽ മോശയുടെ കാലം പരിശോധിച്ച ഒരേ ഒരാളേ ഉള്ളൂ ഭൗതികമായി മരണം കാണാതെ പോയത്, ഹാനോക്ക്. ഉൽപ്പത്തി 5:24. ആദാം മുതൽ മോശയുള്ള കാലത്ത് ഒരേ ഒരു മനുഷ്യനെയുള്ള മരണം കാണാത്തത്. ഉൽപ്പത്തി 5:24 ഹാനോക്ക്. ബാക്കി എല്ലാവരും മരിച്ചു. അപ്പോൾ ആത്മീയ മരണത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പക്ഷെ അതിനൊരു ഒഴികഴിവില്ല. എല്ലാവരും ആത്മീയമായി മരിച്ചു, എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും മരണം നേരിട്ടു, ആത്മീയ മരണം. ഉത്തരവാദിത്വമുള്ള എല്ലാ മനുഷ്യരും ആത്മീയമായിട്ടും മരിച്ചു. കാരണം എല്ലാവരും പാപം ചെയ്യുകയാൽ, 12ാം വാക്യം, എല്ലാവരും പാപം, പാപത്തിൻ്റെ ശമ്പളം ആത്മീക മരണം, പിന്നീട് ഭൗതിക മരണം. എല്ലാവരും പാപം ചെയ്യും, ഉത്തരവാദിത്വമുള്ള വ്യക്തിപരമായ പാപം. അപ്പോൾ മരണമെന്ന വാഴ്ച സാർവലൗകിക മരണം വാഴുകയാണ്. സകല മനുഷ്യരെ ബാധിക്കുന്ന ഒന്നായിരുന്നു ഈ മരണം. ഈ മരണത്തിൻ്റെ വാഴ്ച നീണ്ടു നിൽക്കുകയാണ്. ആദാമിൻ്റെ പാപത്തിന് തുല്യമായി പാപം ചെയ്യാത്തവർ. എന്താ അങ്ങനെ പറയാൻ കാരണം? ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യും. ആദാം ആദ്യ മനുഷ്യൻ. ഭൂമിയിൽ ഇതുവരെ പാപമില്ലാത്തൊരു കാലം, അന്തരീക്ഷം, പർദീസ, അവിടെ നിർത്തിയ മനുഷ്യനോട് നേരിട്ടൊരു കൽപ്പന കൊടുത്തു. നേരിട്ടൊരു കൽപ്പന. ആ കൽപ്പന പക്ഷേ ആദാം ലംഘിച്ച്. ബാക്കി എല്ലാവരും മനുഷ്യരാരും ആ ഗണത്തിൽ വരില്ല. ആദാമിനുള്ള പാപം അകത്ത് കയറി, പിന്നെ പാപത്തിൻ്റെ പണി ചെയ്തു. നമ്മളെല്ലാവരും പാപത്തിലേക്ക് തിരിഞ്ഞപ്പോൾ. പക്ഷെ ആദാമിൻ്റെ ലംഘനം, ദൈവത്തിൻ്റെ നേരിട്ടുള്ള കൽപ്പന ഏറ്റുവാങ്ങിയാകാം. ദൈവം വ്യക്തമായി താക്കീത് കൊടുത്തിട്ടും അതിനെ അവഗണിച്ചാകാം. അതേപോലെയല്ല ബാക്കിയുള്ളവരുടെ പാപം തന്നെയാണ്. പക്ഷേ ഈ പ്രയോഗം പറയുന്നത് ആദാമിൻ്റെ ലംഘനത്തിന് ആദാമിനെ പോലെ ഞാൻ ചെയ്തില്ലല്ലോ. നിഷ്കളങ്കനായി, നിർമ്മലനായി, പരിശുദ്ധനായി. ആദാമിൻ്റെ ശരീരം അങ്ങനെ നമുക്കിപ്പോൾ ഉള്ള ശരീരം പോലെയല്ല. ആദാമിൻ്റെ ശരീരാവസ്ഥയിൽ ആ ജഡം തേജസ് നിറഞ്ഞ അവസ്ഥ, ആ അവസ്ഥയിലാണ് പാപം ചെയ്തത്. അതും പർദീസയിൽ ദൈവത്തിലുള്ള കൂട്ടായ്മ ഉണ്ടായിരുന്നപ്പോൾ. വസ്ത്രം പോലും ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു നിലയാണത്. നിഷ്പാപ അവസ്ഥ. വസ്ത്രം പോലും ആവശ്യമില്ലാത്ത തേജസ് കൊണ്ട് സമ്പന്നമായ നിറഞ്ഞു നിന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ ഇരുന്നിട്ട് പാപം ചെയ്ത ആദാം. അതേപോലെയല്ല നമ്മുടെ പാപം. അപ്പോൾ ആദാമിൻ്റെ പാപത്തിന് തുല്യമായ പാപം ചെയ്യാത്തവരിലും പക്ഷേ മരണം വാണിരുന്നു. മരണം എല്ലാവരിലും വാണു. ആദാമിനോട് ദൈവം വ്യക്തമായി, നീ പഴം പറിച്ച് തിന്നരുത്, തിന്നുന്ന നാളെ നീ മരിക്കും. ഇത് നേരിട്ടുള്ള കൽപ്പന കിട്ടിയവനാണ്. എന്നിട്ട് ആദാം അതോടൊപ്പം തന്നെ ഉൽപ്പത്തി 9:6 ദൈവം വ്യക്തമായി പറഞ്ഞു, മറ്റുള്ള രക്തം ചൊരിയിക്കുന്ന രക്തം ഞാനും ചൊരിയിക്കും. ഉൽപ്പത്തി 9:6. അങ്ങനെ എല്ലാവരും മരിച്ചു, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും. അപ്പോൾ ഒന്നാമത്തെ ആദാമിനെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി രണ്ടാമത്തെ ആദാം, ഒടുക്കത്തെ ആദാം, രണ്ടാമത്തെ ആദാമിനെക്കുറിച്ച് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് വളരെ മങ്ങിയ, ഭയാനകമായ, നിരാശയുളവാക്കുന്ന, പ്രതീക്ഷയില്ലാത്തൊരു ചിത്രമാണ്. ആദാം ദൈവത്തോട് സന്നിധിയിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നൊരു മനുഷ്യൻ, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് നിർത്തിയിട്ട്, ഇത്ര ഉന്നതമായ തേജസ്സേറിയൊരു മഹത്വത്തിൻ്റെ നടുവിൽ നിർത്തിയിട്ട് ദൈവ കൽപ്പന ലംഘിച്ച് ദൈവത്തെ തട്ടിത്തെറിപ്പിച്ചിറങ്ങിപ്പോയ മനുഷ്യൻ. അവൻ പക്ഷെ കൊണ്ടുവന്നത് പാപത്തിൻ്റെ ശമ്പളമായി മരണം. ശാരീരിക മരണം മാത്രമല്ല, ആത്മീക മരണം. സകല മനുഷ്യരിലേക്കും പരന്നതായ ഭീതി ഉളവാക്കുന്നൊരവസ്ഥ. എത്ര നിരാശയുടെ ചിത്രം. മനുഷ്യകുലത്തിന് മുഴുവൻ കൊണ്ടുവന്ന ഈ ദുരന്തം. പക്ഷേ പൗലോസ് 14ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ, എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലേഖത്തിൽ തുല്യമായി പാപം ചെയ്യാത്തവരെല്ലാം മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അവിടെ ഒരു പ്രത്യാശയുടെ ഒരു സ്ഫുരണമുണ്ട്. വരുവാനുള്ളവൻ്റെ പ്രതിരൂപമാണ് ഈ ആദാം. ആദാം മറ്റൊരാളുടെ പ്രതിരൂപമാണ്, സാദൃശ്യമാണ്, അല്ലെങ്കിൽ മുൻകുറിയാണ്. ആരാണ് വരുവാനുള്ളവൻ? സംശയമില്ല, ക്രിസ്തു. ആദാം ക്രിസ്തുവിൻ്റെ നിഴലാണ്. ക്രിസ്തു ആദാമിൻ്റെ നിഴലല്ല, ആദാം ക്രിസ്തുവിൻ്റെ നിഴലാണ്. ഇവിടെയാണ് ഒരു താരതമ്യം ആദാമും ക്രിസ്തുവും തമ്മിൽ പോലും അവതരിപ്പിച്ചത്. പഴയമത്തിലെ ഏക കഥാപാത്രം, ക്രിസ്തുവിൻ്റെ പ്രതിരൂപമെന്ന് പറഞ്ഞ ഏക കഥാപാത്രം ആദാമാണ്. ശരിയാണ്, പഴയമത്തിലെ 39 പുസ്തകങ്ങളിലും കർത്താവ് യേശു നിഴലായിട്ട് അനേക സംഭവങ്ങളിൽ, അനേകവിധ വ്യക്തികളിൽ ക്രിസ്തുവുണ്ട്. യാഗമൃഗങ്ങളെല്ലാം ക്രിസ്തു നിഴലാണ്, മഹാപുരോഹിത ക്രിസ്തു നിഴലാണ്.
ജോസഫ് ക്രിസ്തുവിൻ്റെ നിഴലുണ്ട്, മോശയിൽ എല്ലാവരിലും ക്രിസ്തുവിൻ്റെ നിഴലുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പ്രവാചകന്മാരിലെല്ലാം. പക്ഷെ ആദ്യമായി ബൈബിളിൽ ഏക സ്ഥലത്ത് ഇവിടെ പറയുന്നത് വരുവാനിരിക്കുന്നവൻ്റെ പ്രതിരൂപം, വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാം എന്ന ആദാമിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ. പ്രതിരൂപം. ഇപ്പം ടൈപ്പും ആൻറ്റി ടൈപ്പും. ആദാം ഒരു ടൈപ്പാണ്, ഒന്നിൻ്റെ ചിഹ്നമാണ്, സാദൃശ്യമാണ്, അടയാളമാണ്. അതിൻ്റെ പൂർണ്ണത ക്രിസ്തുവാണ്. ഇപ്പോൾ നമ്മൾ റബ്ബർ സ്റ്റാമ്പ് ഉപയോഗിക്കും. റബ്ബർ സ്റ്റാൻഡിൽ ഒരു പേര് കാണും, അല്ലെങ്കിൽ ഒരു ചിഹ്നം കാണും, അല്ലെങ്കിൽ ചില സ്ഥാപനത്തിൻ്റെ പേര്. ഉദാഹരണത്തിന് റബ്ബർ സ്റ്റാമ്പിൽ നഷ്ടപ്പെട്ടു എന്നതാണ് റബ്ബർ സ്റ്റാമ്പിൻ്റെ മുദ്ര, അല്ലെങ്കിൽ നിഷേധിക്കുന്നു, സ്വീകാര്യമല്ല എന്നൊക്കെയാണ് മുദ്രയെങ്കിൽ അത് നമ്മൾ മഷിയിൽ മുക്കിയിട്ട് പേപ്പറിൽ അമർത്തിയാൽ അത് തന്നെ വരും. അത് തന്നെ വരും. എന്താണോ സീലിലുള്ളത് അതേ മുദ്ര അത് തന്നെ വരും. ആദാമും ക്രിസ്തുവും തമ്മിലുള്ള സാമ്യത്തിൽ അങ്ങനെ തന്നെ കാണാൻ കഴിയും. രണ്ടുപേരും ചില കാര്യങ്ങളിൽ തുല്യരാണ്. എന്താണോ ഈ സീലിലുള്ളത് അത് തന്നെ പേപ്പറിൽ പതിക്കുമ്പോൾ വരും എന്ന് പറഞ്ഞ പോലെ ആദാമും ക്രിസ്തുവും തമ്മിലുള്ള തുല്യത, സമാന്തരം, താരതമ്യം ചിന്തിക്കുമ്പോൾ ആദാം ഭൗതിക കുടുംബത്തിൻ്റെ തലയാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യരുമാകുന്ന കുടുംബത്തിൻ്റെ തലയാണ് ആദാം. മറുവശത്തെ യേശു ആത്മീയ കുടുംബത്തിൻ്റെ തലയാണ്. ആത്മീയ തലയാണ്. 1 തിമോഥെയോസ് 3:15 ദൈവത്തിൻ്റെ ആലയമായ സഭ, അതിൻ്റെ തലയാണ് ക്രിസ്തു. രണ്ടുപേരും ഓരോ പ്രവൃത്തി ചെയ്തു. ഈ രണ്ടുപേരുടെയും പ്രവൃത്തിയും മനുഷ്യകുലത്തെ സ്വാധീനിക്കുന്ന പ്രവൃത്തിയാണ്. രണ്ടു കൂട്ടരുടെയും പ്രവൃത്തി. ഒന്ന്, ആദാം തോട്ടത്തിൽ, പർദീസിയാകുന്ന തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തു. ക്രിസ്തു ഗത്സമന തോട്ടത്തിൽ ദൈവത്തിൽ നിലവിളിച്ചു, അല്ലെങ്കിൽ ക്രൂസിൽ മരിച്ചു. രണ്ടുപേരുടെയും പ്രവൃത്തി മനുഷ്യകുലത്തെ മുഴുവൻ സ്വാധീനിച്ചു. ആ വിധത്തിലും ഇവർ തമ്മിൽ താരതമ്യം നടത്താം. പക്ഷേ മറ്റ് ചിലകളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർ തമ്മിലെ താരതമ്യം ഒരുപോലെയല്ല. അതുകൊണ്ട് പൗലോസ് ഇനി അവതരിപ്പിക്കാൻ പോകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സീലിൽ ആ അക്ഷരങ്ങൾ നമ്മൾ നേരിട്ട് വായിക്കാൻ പറ്റില്ല. ആ അക്ഷരങ്ങൾ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. അത് പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ പിന്നിൽ എഴുതിയിരിക്കുന്ന ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത് നിങ്ങളിവിടെ വന്നിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. അത് തിരിച്ചെഴുതിയിരിക്കുന്നത്. ഇതുപോലെ സീലിൽ കാണുന്ന അക്ഷരം നമ്മൾ നോട്ടത്തെ വായിക്കാൻ പറ്റില്ല. അത് പ്രസ് ചെയ്യുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ആദാമും ക്രിസ്തുവും തമ്മിൽ ചിലപ്പോൾ വ്യത്യസ്തതയുണ്ട്, സാമ്യമല്ലാത്ത. ഒരുപക്ഷെ ഈ ഉദാഹരണം ബുദ്ധിമുട്ടായിരിക്കും, വിട്ടേക്കുക. ഇത്രയേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ ആദാം ക്രിസ്തു തമ്മിൽ തുലനമുണ്ട്. രണ്ടുപേരും സമാന്തരമായിട്ട് രണ്ടുപേരെയും കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതോടൊപ്പം രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദാമിലൂടെ സംഭവിച്ചതിനേക്കാളും വളരെ വലുതാണ് ക്രിസ്തുവിലൂടെ കൊണ്ടുവന്നത്. ആ വിധത്തിൽ അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. 14 വാക്യത്തിൻ്റെ അവസാനം വായിച്ച് നമുക്ക് നിർത്താം. ബാക്കി അടുത്ത പ്രാവശ്യം തുടങ്ങാം. 14 ഒരിക്കൽ കൂടെ വായിക്കട്ടെ. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. 15 വാക്യം കൂടെ വായിക്കാം. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. നോക്കാം, ഇനി അത് തുലനം ചെയ്യാൻ പറ്റില്ല. ലംഘനത്തിൻ്റെ കാര്യം വേറെ, കൃപാവരത്തിൻ്റെ കാര്യം വേറെ. അപ്പോൾ അവിടെ വൈരുദ്ധ്യം തുടങ്ങുകയാണ്. ഇതുവരെ തുല്യത, സമാന്തരം, ചേർച്ച പറഞ്ഞു. ആദാമും ക്രിസ്തു രണ്ടുപേരും രണ്ട് അവസ്ഥകളുടെ തലയാണ്. രണ്ടുപേരും ഓരോ പ്രവൃത്തി ചെയ്തു. ഇവിടെ രണ്ടുപേരുടെയും പ്രവൃത്തികളുടെ വ്യത്യാസം വലുതാണ്, ഒരുപോലെയല്ല. ലംഘനവും കൃപാവരവും രണ്ടും രണ്ടാണ്. ക്രിസ്തുവിലൂടെ വന്നത് ആദാമിലൂടെ സംഭവിച്ചതിനും വളരെ വലുതാണ്, വളരെ ഇരട്ടിയാണ്. വെറും പ്രശ്നം പരിഹരിക്കുകയല്ല, ഉന്നതമായ നിലയിൽ ഒരു പരിഹാര മാർഗം കൊണ്ടുവന്നു, അവസാനത്തോളം നിലനിൽക്കുന്നൊരു മാർഗം. അതിനെക്കുറിച്ചുള്ള ഈ വൈരുദ്ധ്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. റോമലേഖനം 5:15-17 വരെ മറക്കരുത്. ബൈബിളിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വേദഭാഗത്തിലാണ് ദൈവകൃപയാൽ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുക. ആദാം ലോകത്തിന് നാശമായി തീർന്ന വ്യക്തി, ആദാമുള്ള നാശം കൊണ്ട്. പക്ഷേ മറ്റൊരാദാം ഉണ്ടായി. ആ വ്യക്തിയും ആദാമെന്ന് തന്നെയാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് ആദാമെന്ന പേര് ഒരിക്കലും ഭയപ്പെടേണ്ട പേരല്ല, ആദ്യ മനുഷ്യൻ്റെ പേരാണ്. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ പേരാണ്. കർത്താവ് യേശുവിൻ്റെ മറ്റൊരു പേരാണ് ഒടുക്കത്തെ ആദാം, രണ്ടാമത്തെ ആദാം. മനുഷ്യരെന്ന് അർത്ഥമുള്ള, മണ്ണിൽ നിന്ന് മെനയപ്പെട്ടവൻ എന്നർത്ഥമുള്ള ആദാം. ആ ആദാമിന്
രണ്ടാം ആദാമായിട്ട് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ആദ്യ ആദാമിൽ സംഭവിച്ച തകർച്ചയ്ക്ക് പരിഹാരമൊരുക്കി ദൈവം ഈ ഒടുക്കത്തെ ആദാമിലൂടെ, കർത്താവ് യേശുവിലൂടെ. ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള താരതമ്യം മാത്രമല്ല, വൈരുദ്ധ്യവുമുണ്ട്. അത് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു.